welcome to our class. Today, our class is about the termination or discharge of contract. Discharge or termination. ഒഴിവാക്കൽ, വിടുതൽ എന്ന് നമ്മൾ മലയാളത്തിൽ അതിന് അർത്ഥം പറയും. ഇപ്പം ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് അഥവാ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സാഹചര്യത്തിൽ അത് സംഭവിക്കാം എന്നതാണ് നമ്മൾ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇവിടെ ടെർമിനേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എൻഡ് ഓഫ് എക്സിസ്റ്റൻസ് എന്നാണ്. എൻഡ് ഓഫ് എ കോൺട്രാക്ട്. ഡിസ്ചാർജ് മീൻസ് റിലീസ് ഓർ റിലീഫ് എന്നാണ്. But in contracts, both termination and discharge are used in the same sense. That is, end of existence of a contract. അപ്പോൾ ടെർമിനേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥവും ഡിസ്ചാർജ് എന്ന വാക്കിൻ്റെ അർത്ഥവും കോൺട്രാക്റ്റ് ആക്റ്റിൽ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എൻഡ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എ കോൺട്രാക്റ്റ്. ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത് ഏതൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഒരു കോൺട്രാക്റ്റിനെ ടെർമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയി പോകാം എന്നതാണ് നമ്മുടെ വിഷയം. ഇത് കുറച്ച് ലെങ്തിയാണ് ഈ പോർഷൻ. അപ്പോൾ അത് പല ഭാഗങ്ങളായിട്ടായിരിക്കും നമുക്ക് പഠിക്കേണ്ടി വരിക. ഒന്നാമത് എഴുതിയിരിക്കുന്ന എഗ്രിമെൻ്റ് എന്നാണ്. നമ്മൾ ആദ്യം പറയേണ്ടത് ഓൾ കോൺട്രാക്ട്സ് ആർ ദ ഔട്ട്കം. Outcome means result of mutual agreement between the parties. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് all contracts are the result of mutual agreement between two or more parties or parties എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റുകളും രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിലുള്ള പരസ്പര ധാരണയുടെ ഫലമാണ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ പറയുന്ന സെന്റൻസ് ഇൻ ദ സിമിലർ മാനർ ദ പാർട്ടീസ് മേ എഗ്രി ടു ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റിനാൽ രൂപീകരിക്കപ്പെടുന്നു എങ്കിൽ ഏതൊരു കോൺട്രാക്റ്റിനെയും എഗ്രിമെന്റ് കൊണ്ട് തന്നെ ഇല്ലാതെയാക്കാം. എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം സമ്മതിച്ച് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കോൺട്രാക്റ്റ് നമ്മുടെ ഉഭയ സമ്മതപ്രകാരം രണ്ടു കൂട്ടരുടെ സമ്മതപ്രകാരം നമുക്കത് വേണ്ട എന്നും തീരുമാനിക്കാം. ഇതാണ് എഗ്രിമെന്റിലൂടെയുള്ള ടെർമിനേഷൻ. അപ്പോൾ ഓൾ കോൺട്രാക്ട്സ് ആർ ദ ഔട്ട്കം ഓഫ് മ്യൂച്വൽ എഗ്രിമെന്റ് ബിറ്റ്വീൻ parties. In the similar manner, parties may terminate the existence of contract. Termination by agreement may occur in any one of the following ways. ഇവിടെ 5 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ്രിമെന്റിലൂടെ എങ്ങനെ ഒരു കോൺട്രാക്റ്റിനെ ടെർമിനേറ്റ് ചെയ്യാം നോക്കൂ. അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ. അത് ഏതെല്ലാമാണ്? നൊവേഷൻ, ഓൾട്ടറേഷൻ, റെസിഷൻ, റെമിഷൻ, വേവ്. I say it once again. Novation, alteration, rescission, remission, waiver. എന്താണ് നൊവേഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കുകയാണ്. നൊവേഷൻ ഇതെല്ലാം തന്നെ നിയമത്തിന്റെ പദങ്ങളാണ്. എല്ലാ വാക്കിന്റെ മലയാളം അർത്ഥം നോക്കി പോകണ്ട. നൊവേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇവിടെ കൊടുക്കേണ്ട അർത്ഥം. നൊവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓൾഡ് കോൺട്രാക്ട് ബൈ എ ന്യൂ വൺ. അവിടെ നോക്കൂ, ഒരു കോൺട്രാക്റ്റിന്റെ സ്ഥാനത്ത് മറ്റൊരു കോൺട്രാക്റ്റിനെ വരുത്തുന്നതാണ് നമ്മൾ നൊവേഷൻ എന്ന് പറയും. നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, ആ കോൺട്രാക്റ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് മറ്റൊരു കോൺട്രാക്റ്റ് വെച്ചാൽ അതിനെയാണ് നൊവേഷൻ എന്ന് പറയുക. അപ്പൊ നൊവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് നിങ്ങൾ മനസ്സിലിരുത്തിയാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ മീനിങ് ഓഫ് ദ വേർഡ് നൊവേഷൻ. നൊവേഷൻ therefore substitution of an old contract by a new one. അതാരൊക്കെ തന്നെയല്ല? പാർട്ടികൾ തമ്മിൽ, either between the same parties or between different parties. The consideration, അടുത്ത സെന്റൻസ്, the consideration mutually being the discharge of old contract. ശ്രദ്ധിക്കൂ, കൺസിഡറേഷൻ മ്യൂച്വലി ബീയിങ് ദ ഡിസ്ചാർജ് ഓഫ് ഓൾഡ് കോൺട്രാക്ട്. നമുക്ക് എക്സാമ്പിളിലൂടെ അത് മനസ്സിലാക്കാം. ഞാൻ ഒരു ഷർട്ട് വാങ്ങി കടയിൽ നിന്ന്. ആ ഷർട്ട് എനിക്ക് സ്യൂട്ട് ആകാതെ വന്നു എന്ന കൊണ്ട്
ഞാൻ ആ ഷർട്ട് വീണ്ടും കടയിൽ കൊണ്ടു ചെന്നിട്ട് ആ ഷർട്ട് കൊടുത്തു. അപ്പം ഈ ഷർട്ട് വാങ്ങിയപ്പോൾ ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു തന്നില്ല അയാൾ. അപ്പം ഞാൻ ഈ ഷർട്ട് തിരിച്ചങ്ങോട്ട് കൊടുത്തപ്പോൾ ആ പൈസ എനിക്ക് തരേണ്ടതാണ്, പക്ഷെ തന്നില്ല. പകരം അയാൾ വേറൊരു ഷർട്ട് തന്നു. പക്ഷെ ആ പുതിയതായി തന്ന ഷർട്ടിന് ഞാൻ കാശ് കൊടുത്തില്ല. അപ്പം നോക്കിക്കേ, എൻ്റെ ഷർട്ട് കൊടുത്ത് വേറൊരു ഷർട്ട് വാങ്ങി എന്നേ അവിടെ അർത്ഥമുള്ളൂ. അപ്പൊ എന്താ സംഭവിച്ച്, ആദ്യത്തെ ഷർട്ടിന്റെ കോൺട്രാക്ട് അവിടെ ഇല്ലാതെയായിട്ട് പുതിയ ഒരു ഷർട്ടിന്റെ കോൺട്രാക്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. ഇത്രയും നൊവേഷൻ ഉള്ളൂ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് an old contract by a new one, either between the same parties or between different parties. ഇനി നമ്മൾ അടുത്ത് പറയാം. അപ്പൊ നമ്മൾ ഷർട്ട് കൊടുത്തപ്പോൾ കാശ് കിട്ടിയോ? എനിക്ക് ഇല്ല. പുതിയ ഷർട്ട് തന്നപ്പോൾ എനിക്ക് ഞാൻ കാശ് കൊടുത്തോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയും മൂന്നാമത്തെ സെന്റൻസ്, ദ കൺസിഡറേഷൻ മ്യൂച്വലി ബീയിങ് ദ ഡിസ്ചാർജ് ഓഫ് ഓൾഡ് കോൺട്രാക്ട്. മൂന്നാമത്തെ സെന്റൻസ്, ദ കൺസിഡറേഷൻ മ്യൂച്വലി ബീയിങ് ദ ഡിസ്ചാർജ് ഓഫ് ഓൾഡ് കോൺട്രാക്ട്. പഴയ കോൺട്രാക്ട് ഇല്ലാതെയായി എന്നതാണ് പുതിയ കോൺട്രാക്റ്റിൽ പാർട്ടികൾക്കുള്ള കൺസിഡറേഷൻ. ഇനി നമ്മൾ പറയുന്നു, സിൻസ് നൊവേഷൻ ഇംപ്ലൈസ് എ ന്യൂ കോൺട്രാക്ട് in place of the old one, all the parties to the existing contract must agree to it. അവിടെ നോക്കിയേ, പുതിയ ഒരു കോൺട്രാക്റ്റ് ആണ് നൊവേഷൻ സൃഷ്ടിക്കുന്നതെങ്കിൽ ആ പഴയ കോൺട്രാക്റ്റിലുള്ള കക്ഷികൾ എല്ലാവരും തന്നെ ഈ മാറ്റത്തെ അംഗീകരിക്കണം. സിൻസ് നൊവേഷൻ ഇംപ്ലൈസ് എ ന്യൂ കോൺട്രാക്ട്, അർത്ഥം എന്താ? പുതിയൊരു കോൺട്രാക്റ്റിന് കാരണമാകുന്നു എന്നതുകൊണ്ട് ഓൾ ദ പാർട്ടീസ് ടു ദ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് മസ്റ്റ് എഗ്രി ടു ഇറ്റ്. അതുകൊണ്ട് നിലനിൽക്കുന്ന കോൺട്രാക്റ്റിലെ കക്ഷികൾ എല്ലാവരും ഈ മാറ്റത്തെ അംഗീകരിക്കണം. സിൻസ് നൊവേഷൻ ഇംപ്ലൈസ് എ ന്യൂ കോൺട്രാക്ട് in place of the existing one, all the parties to the existing contract must agree to it. ഇതിനകത്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഭാഗം നൊവേഷൻ ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, പരീക്ഷയ്ക്ക് അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് 2 മാർക്കിന്റെ ചോദ്യമായിട്ടും വരുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുക, പഠിച്ചിരിക്കുക. അതിൽ നൊവേഷൻ എഗ്രിമെന്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് എഗ്രിമെന്റിലെ നൊവേഷൻ കഴിഞ്ഞാൽ ആൾട്ടറേഷൻ. ആൾട്ടറേഷൻ വാക്കിന്റെ അർത്ഥം തന്നെ, ആൾട്ടറേഷൻ മീൻസ് ചേഞ്ച് ഇൻ one or more terms of the contract with the mutual consent of the parties. Alteration means change. Alteration എന്ന വാക്കിന്റെ അർത്ഥമേ പറഞ്ഞുള്ളൂ, ചേഞ്ച്. In one or more terms of the contract with the consent of the parties. പാർട്ടികളുടെ പരസ്പര സമ്മതപ്രകാരം, ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്തിയാൽ അതിനെ നൊവേഷനിലൂടെയുള്ള ആൾട്ടറേഷൻ എന്ന് പറയും. നൊവേഷനിലൂടെയുള്ള ആൾട്ടറേഷൻ എന്ന് പറയും. നമ്മൾ ടെർമിനേഷൻ ആണ് ഈ പറയുന്നത്. ടെർമിനേഷൻ എങ്ങനെ സംഭവിച്ചു? ഒരു കോൺട്രാക്റ്റിൽ, നിലവിലുള്ള കോൺട്രാക്റ്റിൽ ചില തിരുത്തൽ വരുത്തിയാൽ പുതിയ കോൺട്രാക്റ്റായി, അപ്പൊ പഴയ കോൺട്രാക്റ്റ് ഇല്ലാതെയായി. നമ്മൾ മനസ്സിലാക്കണം, ഒന്നുപോലെ മറ്റൊന്നില്ല. അപ്പോൾ ഒരു എഗ്രിമെന്റ് നമ്മൾ ഉണ്ടാക്കി, ആ എഗ്രിമെന്റിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു തിരുത്തൽ വരുത്തി, സമയത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ യൂണിറ്റിനെ കുറിച്ചോ പണത്തെക്കുറിച്ചോ യൂണിറ്റ് മൂല്യത്തെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിൽ അല്പമായ മാറ്റം വരുത്തിയാൽ പുതിയൊരു കോൺട്രാക്റ്റായി. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ട് ആൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തൽ മാറ്റം വരുത്തൽ നടത്തിയാൽ ടെർമിനേഷൻ ഉണ്ടാവും. സോ നോക്കൂ, അവിടെ ആൾട്ടറേഷൻ മീൻസ് ചേഞ്ച് ഇൻ വൺ ഓർ മോർ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരു സെന്റൻസ് കൂടി ചേർക്കുക, ദി ആൾട്ടറേഷൻ മസ്റ്റ് ബി എ മെറ്റീരിയൽ വൺ. ദി ആൾട്ടറേഷൻ മസ്റ്റ് ബി എ മെറ്റീരിയൽ വൺ. കോൺട്രാക്റ്റിൽ ബാധിക്കുന്ന ഒരു ഭേദഗതി ആയിരിക്കണം വരുത്തേണ്ടത്. അതിന് കഴിഞ്ഞാൽ റെസിഷൻ. ഈ ഭാഗങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് എ കോൺട്രാക്ട്. റെസിഷൻ മീൻസ് cancellation of an existing contract by mutual agreement with the parties. Rescission means cancellation of a contract by the mutual consent of the parties.
ഓക്കെ, അപ്പൊ മ്യൂച്വൽ കൺസെന്റിലൂടെ ഒരു എഗ്രിമെന്റിനെ ടെർമിനേറ്റ് ചെയ്തു എങ്കിൽ അതിനെ റെസിഷൻ എന്ന് പറയാം. റെമിഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അക്സെപ്റ്റൻസ് ഓഫ് ലെസർ പെർഫോമൻസ് ദാൻ വാട്ട് വാസ് ആക്ച്വലി ഡ്യൂ അണ്ടർ ദ കോൺട്രാക്ട്. നമ്മൾ തമ്മിൽ വച്ചിരിക്കുന്ന കരാറ് 1000 യൂണിറ്റ് ഗുഡ്സിന്റെ ഡെലിവറിയാണ്. അപ്പോൾ ഞാൻ 1000 യൂണിറ്റ് ഗുഡ്സ് ഡെലിവറി എടുക്കാമെന്ന് കരാറ് വച്ചിരിക്കുന്ന വ്യക്തിയാണ്, പ്രോമിസ് ചെയ്യാം. അപ്പോൾ പ്രോമിസറുടെ അടുത്തുനിന്ന് ഞാൻ പറയുന്നു എനിക്ക് 1000 വേണ്ട, ജസ്റ്റ് ഐ ഹാവ് ടു പർച്ചേസ് ഓൺലി 500 യൂണിറ്റ്സ്, യു ഷുഡ് അറേഞ്ച് ഇറ്റ് ഫോർ മീ. 500 യൂണിറ്റ് മതി, അതുകൊണ്ട് 500 യൂണിറ്റിൽ അങ്ങ് എനിക്ക് സാധനങ്ങൾ തരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഒരു പുതിയ കോൺട്രാക്റ്റ് ആണ് അവിടെ സംഭവിച്ചത്. അവിടെ ഒരു മാറ്റമുണ്ടായി. ആ മാറ്റം എങ്ങനെയാ? ലെസർ പെർഫോമൻസിലാണ്, കുറഞ്ഞ പെർഫോമൻസിലാണ്. അപ്പൊ നോക്കിയേ, റെമിഷൻ മീൻസ് അക്സെപ്റ്റൻസ് ഓഫ് ലെസർ പെർഫോമൻസ് ദാൻ വാട്ട് വാസ് ആക്ച്വലി ഡ്യൂ അണ്ടർ ദ കോൺട്രാക്ട്. വൺസ് അഗൈൻ, remission means acceptance of lesser performance than what was actually due under the contract. Thus, remission result for the termination of a contract. പുതിയൊരു കോൺട്രാക്ട് ഉണ്ടായി, അപ്പൊ പഴയത് പോയില്ലേ. അടുത്ത വെയ്വ് എന്ന വാക്കിന്റെ ഇത് വെയ്വ് എന്നാണ് വായിക്കുന്നത്. വെയ്വർ എന്ന് എഴുതിയിട്ടുണ്ട്, ബട്ട് യു ഹാവ് ടു പ്രൊനൗൺസിയേറ്റ് വെയ്വ്. വെയ്വ് മീൻസ് ത്യജിക്കുക, ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ എങ്ങനെ നമുക്ക് പറയണം? when one of the parties may waive some of his right up under the contract, whereupon the other party is relieved from his obligation. അതായത് ഒരു കോൺട്രാക്റ്റിൽ രണ്ട് കക്ഷികളിൽ ഒരാൾ അയാളുടെ അവകാശങ്ങളിൽ ചിലത് ത്യജിക്കുകയാണ്. അങ്ങനെ എന്റെ സമ്മതപ്രകാരം, ഉദാഹരണം 10,000 രൂപ എന്നിൽ നിന്ന് വായ്പ വാങ്ങിയ ആള് ബാങ്ക് പറയുന്ന ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തോ അത് പ്രകാരം പലിശ തരാമെന്ന് എന്നോട് വ്യവസ്ഥ വെച്ചിട്ടാണ് എന്നോട് 1,00,000 രൂപ അയാൾ കടം വാങ്ങിയത്. ബട്ട് ലേറ്റർ ഞാൻ പറയുന്നു അയാളോട്, താങ്കൾ എനിക്ക് പലിശ തരണ്ട. അപ്പൊ പലിശ കിട്ടുക എന്ന എന്റെ അവകാശത്തെ ഞാൻ ത്യജിച്ചു, വെയ്വ് ചെയ്തു. അപ്പൊ വെയ്വ് എന്ന വാക്കിന്റെ അർത്ഥം ത്യാഗം ചെയ്യൽ എന്നാണ്, ഉപേക്ഷിക്കൽ എന്നാണ് അർത്ഥം. എന്റെ അവകാശത്തെ ഉപേക്ഷിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുക. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ വെയ്വ്, വെൻ വൺ ഓഫ് ദ പാർട്ടി, ഇങ്ങനെ തുടക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ? വെൻ വൺ ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് waive some of his rights under the contract, whereupon the other party is relieved from his obligation. Then superior right ഉണ്ടായിരുന്ന കോൺട്രാക്ട് ഇല്ലാതെയായി. മനസ്സിലായോ? അപ്പൊ നോക്കൂ, വെയ്വ് എന്ന വാക്കിന്റെ അർത്ഥം ത്യജിക്കുക എന്നാണ്. നൊവേഷൻ, ആൾട്ടറേഷൻ, റെസിഷൻ, റെമിഷൻ, വെയ്വ്. ഒന്നുകൂടി നമ്മൾ പറയാണ്, നൊവേഷൻ, ആൾട്ടറേഷൻ, റെസിഷൻ, റെമിഷൻ, വെയ്വ്. അപ്പൊ ഇപ്പൊ നമ്മൾ 7 പ്രധാനപ്പെട്ട പോയിന്റില്, ഒന്ന് എഗ്രിമെന്റ്, പെർഫോമൻസ്, ലാപ്സ് ഓഫ് ടൈം, ഓപ്പറേഷൻ ഓഫ് ലോ, സബ്സിക്വന്റ് ഇമ്പോസിബിലിറ്റി, മെറ്റീരിയൽ ആൾട്ടറേഷൻ, ബ്രീച്ച്. ഈ 7 പോയിന്റ് നമ്മൾ കാണാതെ പഠിക്കുക. അതിൽ ഒന്നാമത്തതാണ് എഗ്രിമെന്റ്. എഗ്രിമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാ? നൊവേഷൻ, ആൾട്ടറേഷൻ, റെസിഷൻ, റെമിഷൻ, വെയ്വ്. 5 ഇപ്പൊ 7, 5, 12. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്കാണ് കിടക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തിന്റെ ക്ലാസ്സിന് ഇത്രയും മതിയാകും. ആൻഡ് അടുത്ത പോർഷൻ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് പഠിക്കാം. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, യു ജസ്റ്റ് like my channel and also to subscribe, and you just put the tick on the bell button so that you'll be getting the classes regularly. Okay, thank you for watching the class.